ഹായ് എസ്.എൽ ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഇപ്പം നിങ്ങളെ പിരിഞ്ഞു പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരിൽ ഒരു നഷ്ടബോധം ഉണ്ടാക്കാൻ, അതായത് നിങ്ങളെ വിട്ട് പോവണ്ടായിരുന്നു അല്ലെങ്കിൽ ഒന്നുകൂടി തിരിച്ചു വന്നാലോ, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാക്കാനും അവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം നിലവിൽ വളരെയധികം പ്രോബ്ലംസ് ആയിരിക്കുകയാണ്, മിണ്ടുന്നില്ല അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ്, ഇനിയിപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ കുറേ ആയി നോ കോൺടാക്ട് റൂളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, പിന്നെ എന്ത് ചെയ്യാമെന്നുള്ളത് അറിയുന്നില്ല, ആ ഒരാളെ തന്നെ റിലേഷൻഷിപ്പ് വേണം, അതായത് ഒരാളെ തന്നെ എൻ്റെ ലവറായിട്ട് അല്ലെങ്കിൽ പ്രണയനായിട്ട് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടീം ഉണ്ടായിരിക്കും. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ കൃത്യമായ ഗൈഡൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിലവിൽ അങ്ങനെ ഒരു പ്രശ്നത്തിലാണെങ്കിൽ അതിന് പരിഹാരം വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ വിട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു, ബ്രേക്കപ്പ് ഒക്കെ സംഭവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണിൽ നിങ്ങളെക്കുറിച്ചൊരു നഷ്ടബോധം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവരെ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇപ്പം നിങ്ങൾ ആ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പ്രത്യേകിച്ച് സന്തോഷം കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, എപ്പോഴും വിഷമം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ തിരികെ കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കാം. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, അതായത് ചെറിയ സംശയങ്ങളോ അല്ലെങ്കിൽ മനസ്സിലാക്കായ്മയോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ, അതായത് അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും, പിന്നെ റിലേഷൻഷിപ്പ് നല്ല അടിപൊളിയായിട്ട് പോകും. അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രശ്നമല്ല. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോയിന്റ്സ് ആണ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും അവരെ ചേസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ പുറകെ പോവാതിരിക്കുക. കുറേ പേര് ചെയ്യുന്ന കാര്യമുണ്ട്. ഇപ്പോൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞു എന്നുണ്ടെങ്കിലും അവരുടെ പുറകെ ഇങ്ങനെ പോകും, മെസ്സേജും കോളൊക്കെ ആയിട്ട് ഇങ്ങനെ അവർക്ക് സമാധാനം കൊടുക്കാണ്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല, നീ ഒന്ന് തിരികെ വരും, എൻ്റെ ലൈഫ് ആകെപ്പാടെ ബോറായിരിക്കുകയാണ്, എനിക്ക് ഒന്നിലും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവർക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് ഒന്നും നിങ്ങൾക്ക് കിട്ടാനില്ല, അവർ നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളത് വെറും തെറ്റിദ്ധാരണയാണ്, അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ വിളിക്കാതിരിക്കുക, മെസ്സേജ് അയക്കാതിരിക്കുക, അവരവരുടെ ഇഷ്ടത്തിന് പോട്ടെ എന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അവരുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാൻ തോന്നുന്നുണ്ടാവും, പക്ഷെ നോക്കാതിരിക്കുക. സ്റ്റാറ്റസ് ഒക്കെ മ്യൂട്ടാക്കി വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു വാട്സപ്പിലാണെന്നുണ്ടെങ്കിലും അവരുടെ സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നോക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം തോന്നും. അപ്പോൾ അതിനേക്കാൾ നല്ലത് മ്യൂട്ടാക്കി വെക്കുന്നതായിരിക്കും. അതാകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അറിയൊന്നുമില്ല, അവരിട്ട് കഴിഞ്ഞാലും അറിയാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവർക്ക് അവരുടെ ലൈഫായി, അവരതുമായിട്ട് മുന്നോട്ട് പോവട്ടെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിയാണ് എന്നുള്ളത് ചിന്തിക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അന്വേഷിക്കുന്ന ആളുകളുണ്ടായിരിക്കും, അവളെങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ അവന് ഇപ്പോൾ ഹാപ്പി ആണോ ഒന്നറിയാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ നിങ്ങൾ ചോദിക്കാതിരിക്കുക. കാരണം എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട് അവരെ കാണാനിടയായി എന്നുണ്ടെങ്കിൽ അറിയാതെ ചിലപ്പോൾ വരാനുള്ള സാധ്യത ഉണ്ട്, അവൾ നിന്നെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു അല്ലെങ്കിൽ അവൻ നിന്നെക്കുറിച്ച് ചോദിച്ചിരുന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അവർ ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എന്നെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അപ്പം ഞാൻ വലിയൊരു സംഭവമാണ് എന്നുള്ള ചിന്തകൾ വരും എന്നല്ലാതെ നിങ്ങളോട് സ്നേഹം തോന്നില്ല. അതുകൊണ്ട് തന്നെ ആരോടും അവരെക്കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുക, നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും അവരുടെ പുറകെ പോവാതിരിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവർ പോയതിൽ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ കരിയറിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകം കോഴ്സ് എടുത്ത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് പഠിക്കാൻ നോക്കുക. ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ജോബിനൊക്കെ ട്രൈ ചെയ്യാം. ഇനിയിപ്പോൾ ജോലി കിട്ടിയ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ട് ഒരു പ്രൊമോഷനൊക്കെ നേടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ആവശ്യമുള്ളിടത്ത് മാറ്റങ്ങൾ അനിവാര്യമാണ്. സോ ഇവിടെ നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്ന സമയത്ത് അവരത് ഏതെങ്കിലുമൊക്കെ വഴി അറിയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം അറിയാമെന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകൾ വഴിയോ ഫ്രണ്ട്സ് വഴിയോ അങ്ങനെ ഇങ്ങനെയൊക്കെ അറിയാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അറിയുന്ന സമയത്ത് ഉറപ്പായിട്ടും ഒരു പശ്ചാത്താപം അവരുടെ മനസ്സിലുണ്ടാവും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതായത് അപ്പം ഞാൻ വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ വരണ്ടായിരുന്നു, അല്ലെങ്കിൽ ആളുടെ കൂടെ തന്നെ നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു, ഇപ്പം ഇത്രയും വലിയ നിലയിലൊക്കെ എത്തിയല്ലോ എന്നുള്ള തോന്നലൊക്കെ അവരുടെ മനസ്സിൽ വരും എന്നുള്ളതാണ്.
അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്ത പരിപാടികൾ എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാൻ നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാനോ അല്ലെങ്കിൽ വിളിക്കാനോ ഒന്ന് നേരിട്ട് സംസാരിക്കാനൊക്കെ ഉള്ള ആഗ്രഹം ചെറുതായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങും. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന കാര്യങ്ങൾ, ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത്. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരു നല്ല നിലയിൽ എത്തിയാൽ മാത്രമാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളിലേക്ക് വരുള്ളൂ എന്നുള്ളത് അറിയാം. അതായത് മറ്റുള്ളവരെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഓക്കെ ആവണം. നമ്മൾ പെർഫെക്റ്റ് ആവണമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നമുക്ക് ഒരു നാലാൾ കാണുന്ന സമയത്ത് കുഴപ്പമില്ല, ആൾ നല്ല അത്യാവശ്യം നല്ല നിലയിലാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് ഓരോ ജോലി നേടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിലേക്ക് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഇപ്പം നമ്മൾ വിട്ടുപോയിട്ടുള്ള ആളുകൾ വരെ നമ്മളിലേക്ക് വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കരിയറിലേക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഇനി മുതൽ അങ്ങോട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലും അതുണ്ട്. പറ്റുന്നത്രയും നിങ്ങൾ സന്തോഷമായിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പോവുക. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര പോകണം, ഇങ്ങനെ ഇഷ്ടമുള്ള കുറേ സ്ഥലങ്ങളുണ്ട്, അപ്പോൾ അവിടേക്ക് ഒറ്റയ്ക്ക് പോയി കാണുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോവാം. ഫാമിലിയുടെ കൂടെയോ കുട്ടികളുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നിങ്ങളെ സന്തോഷമാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ ഇവർക്ക് സ്വയം ഒരു ചിന്ത വരും, അല്ലെങ്കിൽ ഇവർ സ്വയം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്താണ് ശരിക്കും സംഭവിച്ചത്? അപ്പോൾ എൻ്റെ ഭാഗത്താണോ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഞാൻ ശരിക്കും യഥാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നതല്ലേ, അല്ലെങ്കിൽ ഞാൻ ചെയ്തതാണോ തെറ്റ്? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്, ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും നിങ്ങളുടെ അപ്ഡേഷൻസ് നിങ്ങൾ അറിയിക്കരുത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ സ്റ്റോറിയും സ്റ്റാറ്റസും കാര്യങ്ങളൊന്നും വല്ലാണ്ട് ഇടേണ്ട ആവശ്യമില്ല. കുറേ നാൾ ഇതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുക. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അങ്ങോട്ട് ആക്റ്റീവ് ആവാതെ അതെന്നെല്ലാം ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യമൊന്നും പുറത്ത് അറിയിക്കാതിരിക്കുക. പുറത്ത് മീൻസ് അവരെ അറിയിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ നിങ്ങൾ ഒരു നിലയിൽ എത്തി, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ അറിയുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും ആഗ്രഹവും ഒക്കെ അവരുടെ മനസ്സിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോഴും ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ എന്താണോ കൂടുതൽ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിലേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് മറ്റുള്ളവർ, അതായത് ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന ആളാണെങ്കിലും അവർ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം എപ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. അവർ വരും എന്നുള്ള വിശ്വാസത്തിലിരിക്കുക. പക്ഷേ ഒരിക്കലും അവർ പോയതിൽ വിഷമിച്ചുകൊണ്ടിരിക്കാതെ അവർ തിരിച്ചു വരും, അവരവരുടെ കാര്യങ്ങൾ കഴിയുമ്പോൾ തിരിച്ചു വരും എന്നുള്ള പോസിറ്റീവ് മെന്റാലിറ്റിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ മാക്സിമം ഹാപ്പി ആയി ഇരിക്കുക എന്നുള്ളതാണ്. ഇനി നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളിൽ പൂർണ്ണമായും ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങളുടെ പഴയ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുക. അതായത് ഇപ്പം ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെയർ സ്റ്റൈലിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം, നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇങ്ങനെ പൂർണ്ണമായിട്ടും നിങ്ങൾ മാറിയിരിക്കണം. ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം അവർക്ക് നിങ്ങളിൽ തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്വഭാവം ഉണ്ട് എന്ന് വിചാരിക്കുക. അതായത് നീ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല, നീ അത് മാറ്റണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്വഭാവം നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ആൾ വിട്ടിട്ട് പോയല്ലോ, പിന്നെ എന്തിനാ ഞാൻ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്വഭാവം ഉള്ളതായിട്ട് അവർ പറഞ്ഞു, അതായത് നീ ഇത് മാറ്റണമെന്ന് അവർ കുറേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അപ്പം മാറ്റിയിട്ടില്ല എന്ന് വിചാരിക്കാം. ഇപ്പം നിങ്ങളത് മാറ്റി എന്നുണ്ടെങ്കിൽ ഇതും ഈ പറഞ്ഞ പോലെ മറ്റാരെങ്കിലും വഴി അവർ അറിയാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ആളിപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ, അതായത് സ്വഭാവത്തിലേക്ക് നല്ല മാറ്റമുണ്ട്, എന്ത് നല്ല സ്വഭാവമാണെന്ന് അറിയും, ഇപ്പോൾ ആൾ ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്, ഹെയർ സ്റ്റൈലും ഡ്രസ്സും ഒക്കെ മാറിയിട്ടുണ്ട്, ഇപ്പോൾ സൂപ്പറാണ് കേട്ടോ എന്ന് അവരോട് ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇത്രയും മാറ്റങ്ങൾ വന്നോ, നിങ്ങളിപ്പോൾ ഇത്രയും വലിയ രീതിയിലേക്ക് എത്തിയോ, അല്ലെങ്കിൽ ആളിപ്പോഴും തീരെ മിസ് ചെയ്യുന്നില്ലേ എന്നുള്ള ചിന്തകളൊക്കെ കൂടിക്കൂടി വരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് നിങ്ങളെ അവർ മിസ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹം കൂടി വരും എന്നൊരു അർത്ഥം ഉണ്ട് അവിടെ. അപ്പം അങ്ങനെ സ്നേഹം കൂടുതലാവുമ്പോൾ നിങ്ങളിലേക്ക് വരാൻ, നിങ്ങളെ വിളിക്കാനൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക, അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക എന്നൊക്കെ പറയല്ലോ, ആ ഒരു അവസ്ഥയിലായിരിക്കും അവരിപ്പോൾ ഉണ്ടാവുക. അതായത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിൽ ഒരു നല്ല മാറ്റം നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. മുഴുവനായിട്ടും മാറണമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ചെറിയ രീതിയിലെങ്കിലും മാറ്റങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ മെസ്സേജ് അയക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ മെസ്സേജ് അയക്കുക, വിളിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലാണുള്ളത്, നിങ്ങൾക്ക് അവർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം എന്ത് പറയണം എന്നുള്ളത്. ഇപ്പം അവർ നിങ്ങളുമായിട്ട് വീണ്ടും റിലേഷൻഷിപ്പിലാവാമെന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ പറയാം,
അല്ലെങ്കിൽ നിങ്ങൾക്ക് റിജക്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇനിയിപ്പോൾ അതേ സമയം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഒരു റിയാക്ഷനും ഇല്ല, അല്ലെങ്കിൽ അവർ വിളിക്കുന്ന മെസ്സേജ് അയക്കുന്ന ഒന്നും ഇല്ലാതുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇനി നിങ്ങൾ അങ്ങോട്ട് വിളിക്കാനോ മെസ്സേജ് അയക്കാനോ നിൽക്കുക എന്നുള്ളതാണ്. ഒറ്റ പ്രാവശ്യം, ലാസ്റ്റ് ആയിട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം നിങ്ങൾ അങ്ങോട്ടൊന്ന് മുൻകൈ എടുക്കുക. നേരിട്ട് കാണാനാണെങ്കിൽ രണ്ടുപേർക്കും പറ്റുന്നൊരു സ്ഥലത്ത് വെച്ച് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കാം. വഴക്കുണ്ടാക്കാനും ഒന്നിനുമല്ല. ലാസ്റ്റായിട്ട് നിങ്ങൾ അവരോട് ചോദിക്കാം, ഒരു മാരേജ് ചെയ്യാനായിട്ട് പോകുന്നു അല്ലെങ്കിൽ അതിന് തയ്യാറാണ്, നിനക്ക് ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം ആ രീതിയിൽ അവരോട് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അവരപ്പോൾ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയും. അല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ പറയും. അല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉൾക്കൊള്ളാനുള്ള മനസ്സോട് കൂടിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതായത് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അങ്ങനെ വിഷമമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന് ആകപ്പാടെ ഡിപ്രഷൻ അടിച്ചിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരിക്കലും അങ്ങനെ നിങ്ങൾ ഇരിക്കരുത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾ ഓക്കെ ആയിട്ടുണ്ടാവും. മാനസികമായിട്ട് എന്ത് വന്നാലും പ്രശ്നമല്ല എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ നിങ്ങളെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ പറയുവാണെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ കരിയറുമായിട്ട് മുന്നോട്ട് പോകുക. അതിനേക്കാൾ നല്ലൊരു വ്യക്തി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോവുക. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർ നിങ്ങളിലേക്ക് ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് അവരോരോ രീതിയിലും നിങ്ങൾക്ക് മറുപടി വരുന്നില്ല എന്നതിൽ മാത്രമാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വരില്ല. അതിനു മുമ്പേ അവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ ഈ ഷെയർ ചെയ്തിട്ടുള്ള ഒരു 3-4 കാര്യങ്ങൾ, ഇതിലുള്ള പല കാര്യങ്ങളും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സിനെ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണിത്. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പല സംശയങ്ങളുണ്ടായിരിക്കും. ഞാൻ എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തിയാൽ എങ്ങനെയാണ് ആ ഒരാളിലേക്ക് വരിക എന്നൊക്കെ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ വീണ്ടും പറയുന്നു. നമ്മളിൽ മാറ്റങ്ങൾ വന്നാലാണ് നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നോ അതിനനുസരിച്ചാണ് മറ്റുള്ളവർ നമ്മളിലേക്ക് വരാനുള്ള ചാൻസ് കൂടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പോസിറ്റീവായ കുറേ മാറ്റങ്ങൾ നിങ്ങളിൽ കൊണ്ടുവരാം. അതിൻ്റെതായ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും എന്നുള്ളത് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് ഫോളോ ചെയ്യും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്